തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. കൊള്ളാവുന്ന ഐസ്ക്രീം പാർലറിൽ പോവാൻ പോലെ കയ്യിൽ കാശുമില്ലല്ലോ, എന്ത് ചെയ്യും? ധ്വനി, ധ്വനി. ധ്വനി നിക്ക്. ഈ ബീച്ച് ഉണ്ടോ? മിനിമം ഇത്രയെങ്കിലും പ്രൈവസി ഉള്ള സ്ഥലമാ ഞാൻ ആഗ്രഹിച്ചത്. ഓഹോ, ഇതായിരുന്നോ? എങ്കി വാ, നമുക്ക് ഇവിടെ ഇരിക്കാന്ന്. വാ. എടോ, ഞങ്ങളുടെ കോളേജിനടുത്ത് ഇതുപോലൊരു ബീച്ച് ഉണ്ടായിരുന്നു. ശില്പയും ഞാനും കൂടി മിക്കവാറും അവിടെ പോയി ഇരിക്കുമായിരുന്നു. ശില്പയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ ഐസ്ക്രീം. ആരാ ഈ ശില്പ? എന്റെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ടാ, ഒരു പാവ അമ്പലവാസി കുട്ടി. ഓഹോ, ആ കുട്ടിയാണോ താനെന്ന് സ്വപ്നം കണ്ടേ? ശില്പയെ ഞാൻ എന്ന് സ്വപ്നം കാണാറുണ്ട്. അത്രയ്ക്ക് അടുപ്പാ ഞങ്ങൾ തമ്മി. പക്ഷെ നേരിട്ട് കണ്ടിട്ട് കുറച്ചു കാലമായി. അതെന്താ കാണാത്തെ? ബെസ്റ്റ് ഫ്രണ്ടിനെ ഇടയ്ക്കിടയ്ക്ക് കാണണമല്ലോ. ഞാനൊക്കെ അങ്ങനെയാ. ഓ, തന്റെ ഏട്ടന്റെ ട്രാൻസ്ഫർ കാരണം താൻ ഈ സിറ്റിയിലേക്ക് താമസം മാറിയല്ലോ, അതുകൊണ്ടാവും ബെസ്റ്റ് ഫ്രണ്ടിനെ വീണ്ടും കാണാത്തത് അല്ലേ? അത് ശരിയാ, പക്ഷെ കാണാതിരുന്നത് അതുകൊണ്ട് മാത്രമല്ല. ഞാനും ശില്പയും തമ്മിലൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 1 വർഷത്തേക്ക് കാണുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യില്ലെന്നാ കരാർ. പക്ഷെ ആ ബെറ്റില് ഞാൻ ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അതുകൊണ്ട് ഇന്ന് അവളെ ഒന്ന് വിളിച്ചു നോക്കാം. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. എന്തേലും ആവട്ടെ, താൻ കണ്ട സ്വപ്നം എന്താന്ന് പറ. എടോ, താൻ സ്വപ്നം എന്താന്ന് പറയടോ. അത് ഞാൻ ശില്പയുടെ ആദ്യം പറയും. അത് കഴിഞ്ഞ അർജുനോട് പറയുന്നതാ അതിന്റെ ഒരു സുഖം. അങ്ങനെയാണെങ്കിൽ ഓട്ടത്തിനിടയിൽ എന്നെ വെറുതെ മെനക്കെടുത്ത് എന്തിനാ? ഓട്ടോ? എന്തോട്ടം? എന്തോട്ടോ? മനസ്സിലായി മനസ്സിലായി. ഡാഡി എന്തെങ്കിലും പുതിയ ബിസിനസ് സംസാരിക്കാൻ പോകാൻ അർജുനെ വിളിച്ചു കാണും അല്ലേ? അർജുൻ ഡ്രൈവ് ചെയ്യുന്ന കാറിൽ ബിസിനസ് ഇടപാടുകൾക്കൊക്കെ പോയാ അത് നടക്കുമെന്ന് ഡാഡിക്ക് വിശ്വാസം ഉണ്ടെന്ന് മുമ്പ് അർജുൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഡാഡി ഒരു ഭയങ്കര അന്ധവിശ്വാസിയാ, എന്ത് ചെയ്യാനാ? എനിക്ക് അർജുൻ വീട്ടിലേക്ക് പൊക്കോ, ഡാഡിയെ നിരാശപ്പെടുത്തണ്ട. അല്ല, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. വേണ്ടടാ, ഇന്ന് ഞാൻ ശില്പയെ ഓർത്ത് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ടേ പോകുന്നുള്ളൂ. ആ സ്വപ്നം കണ്ടതുകൊണ്ടായിരിക്കും ഞാൻ ശില്പയെന്ന് വല്ലാതെ മിസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി ഡാലിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം ശരിയടാ, പിന്നെ കാണാവേ. ഓക്കെ, ഇതോടെ ബൈ. ബൈ.